അപ്പാപ്പാ ആ വന്ന അപ്പാപ്പം ഭയങ്കര ആക്ഷൻ പടത്തിന്റെ ആളാണല്ലേ. നിങ്ങളാരാണ്? നീയാണല്ലേ റാൽഫ് ജെ നിക്കോളാസ്? അതെ. നീ ഇരിക്കേ. ഇതിനായിട്ട് നിനക്ക് എങ്ങനെ പരിചയം? കൂട്ടുകാരനാണ്. ഞങ്ങള് കുറച്ചാൾ ഒരുമിച്ചുണ്ടായിരുന്നു ബാംഗ്ലൂര്. എന്നിട്ട് അവന് മംഗലാപുരത്ത് ഏതോ ജ്വല്ലറി ഷോപ്പിൽ സെയിൽസ് മാനേജറായിട്ട് ജോലി കിട്ടിയെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. എന്താ സാർ? അവൻ അവിടെ നിന്നൊരു 30 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയി. അറിഞ്ഞോ നീ? സാർ, അവനങ്ങനെ ചെയ്യുന്ന ആളൊന്നുമല്ല. എന്ത് തെളിവ്? പോയ പൈസയുടെ തെളിവ്. അല്ലാതെ തന്തേരാ തള്ളയാരാന്ന് അറിയത്തവനൊക്കെ ആരന്വേഷിച്ചവനാടാ. അവന് വേറെ ബന്ധുക്കളോ പരിചയക്കാരോ ഇല്ല. ആകെയുള്ള ഒരു ബന്ധം നീ ആയിട്ടാ. പറ, എന്നാ അവൻ അവസാനോട് കണ്ടേ? നിതിൻ ഇവിടെ വന്നായിരുന്നു 2 മാസം മുമ്പ്. എന്താടാ ഇപ്പൊ ഇത്ര അടിക്കാൻ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് അവിടത്തെ പണി എടുത്തെങ്കിൽ കളഞ്ഞിട്ട് വാടാ. നമുക്ക് നമ്മുടെ പഴയ പരിപാടി ഒന്നുകൂടെ തുടങ്ങാം. നീ കൈ തന്ന കാള എപ്പോഴും റെഡിയാ. ആ പണിയും ചെയ്യില്ലാന്ന് തീരുമാനിച്ചെന്നാ ബാംഗ്ലൂർ വിട്ട്. എടാ, അവിടെ ജോലി കയറി പിന്നെ എല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നടാ. ഞാൻ ഹാപ്പി ആയിരുന്നു. പോയി, ഒക്കെ പോയി. ഇപ്പൊ ഞാനേ എല്ലാവരുടെ മുന്നിൽ കള്ളനാ. നീ ഇപ്പോഴും കാര്യം എന്താന്ന് പറഞ്ഞില്ല. ഇടപെടണോ? വേണ്ട. ഇതെങ്ങനെയാ തീർക്കണ്ടേന്ന് എനിക്കറിയാം. സാറേ, അവനെന്തോ പ്രശ്നത്തിലായിരുന്നു. പക്ഷെ അവൻ എന്നോടൊന്നും. അവന്റെ പ്രശ്നം ഞാൻ പറയാടാ. നിന്റെ ഈ കൂട്ടുകാരൻ എൻ്റെ കമ്പനിയിലായിരുന്നു, എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ. എൻ്റെ അപ്പന് പോലും എന്നെക്കാളും കാര്യം അവനോടായിരുന്നു. കൂടി കൂടി ആ പ്രസ്ഥാനം തന്നെ അവൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കാന്ന് വെച്ചാ അപ്പനപ്പന്മാരായിട്ട് ഉണ്ടാക്കിയല്ലടാ. എല്ലാ മാസവും ലോഡും കൊണ്ടുവരുന്നവൻ അന്ന് വന്നില്ലെങ്കിൽ കാര്യം ലോഡ് എനിക്ക് മാറ്റാൻ പറ്റി. എല്ലാവരും മുന്നേ അവനെ കള്ളനുമാക്കി. പക്ഷെ അവൻ എൻ്റെ കയ്യിൽ തെന്നിപ്പോയി. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവൻ എൻ്റെ വലയിൽ തന്നെ വന്ന് വീണു. കൊന്ന് കുഴിച്ചു മൂടി. പെട്ടഞ്ഞ് തീരണ സമയത്ത് അവൻ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എന്നെ അന്വേഷിച്ചെടുത്തും വരുമെന്ന്. എന്നാ പിന്നെ അവനെ ബുദ്ധിമുട്ടിക്കണതിന് ഇങ്ങോട്ട് വരാൻ കരുതി. സാറേ, അവൻ എന്നോട് ഒരു കാര്യം കൂടിയും പറഞ്ഞായിരുന്നു. ഇനി എന്നെ കൊണ്ട് കൂട്ടിയിട്ട് കൂടിയില്ലെങ്കിൽ അവൻ നിന്റെ അടുത്ത് വരും. അപ്പം നിങ്ങൾ നോക്കിയേക്കണം. കുഴിയിൽ വന്ന് വീണ സ്ഥിതിക്ക് ഇനി മണ്ണിട്ട് മൂടാം. ഉറപ്പുണ്ടാ? എന്നെ തീർത്തിട്ട് നിനക്ക് ചുമ്മാ അങ്ങ് പോകാൻ പറ്റുന്നോന്നുണ്ടോ? നീ എങ്ങോട്ടാ വന്ന് കേറിയേക്കണേന്ന് നിനക്കറിയാം.